അഞ്ജലിയുടെ വക്കീൽ ബുദ്ധിയിൽ ഒരു സംഭവം, ഒരു ത്രെഡ് ഉറപ്പായിട്ടും കണ്ടെത്തും കേട്ടോ. സ്വന്തം ചേച്ചീനെ അടിക്കുന്ന ഒരു സീനും കൂടി വരാനായിട്ട് പോവുകയാണ് കേട്ടോ. അതിനപ്പുറം ഉള്ളിലൊരു സ്നേഹം നമ്മുടെ അഞ്ജലിക്ക് അർജുനോടുണ്ട്. അപ്പോൾ അർജുനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ അഞ്ജലി വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഒരു സ്പെഷ്യൽ പ്രൊമയാണ് കേട്ടോ ഈ വീഡിയോ. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം സംഭവിക്കാനായിട്ട് പോവുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, ആ ഒരു സംഭവം സംഭവിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോ ഞാൻ പറയാനായിട്ട് പോകുന്നത് ഈ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ്. അവസാനം വരെ കണ്ടാൽ മാത്രം പോരാ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ആ ഒരു കാര്യം സംഭവിച്ചല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നലെ വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീക്കെൻഡ് പ്രൊമോ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ആദ്യമായിട്ട് മനസ്സിൽ ചിന്തിച്ചൊരു കാര്യം എന്താണ്? ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അനുപമയെ പറ്റിയാണ് കേട്ടോ. അതായത് സ്വന്തം അനിയത്തിയെ കൊട്ടേഷൻ കൊടുത്ത് കൊല്ലാനായിട്ട് അനുപമ ശ്രമിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കുറുപ്പിനിപ്പം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറുപ്പാണ് ഈ ഗുണ്ടയെ അയക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഒരു ഗുണ്ട കടന്നു വരുമ്പോൾ കുറുപ്പ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും, അനുപമേ ഞാൻ അഞ്ജലിയെ തീർത്ത് കളയാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഒരുത്തന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ചാൽ പോരാ, നീ വാതിൽ തുറന്നു കൊടുക്കണം അവന്. അതുപോലെ തന്നെ നീ അർജുനും അഞ്ജലിയും കിടക്കുന്ന റൂമും കാണിച്ചു കൊടുക്കണം. നിൻ്റെ ഈ എളിയ ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഞ്ജലി ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാം. അങ്ങനെ കുറുപ്പ് അനുപമയോട് പറയും. അങ്ങനെയാണ് നമ്മൾ വീക്കിൻ്റെ പുറമയിൽ കണ്ടൊരു കാര്യം സംഭവിക്കുന്നത്. അനുപമ ആ വരുന്നൊരു ഗുണ്ടയ്ക്ക് കണ്ടാൽ തന്നെ അറിയാം അയാളൊരു ക്രൂരനായ ഗുണ്ടയാണെന്ന്. കത്തിയൊക്കെ പിടിച്ചാണ് വരുന്നത്. അയാൾക്ക് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ആ വാതിൽ തുറന്നു കൊടുത്ത ശേഷം ഏത് റൂമിലാണ് അർജുനും അഞ്ജലിയും ഉള്ളത് എന്നുകൂടി അയാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് ശേഷം അനുപമ പറയുന്നുണ്ട്, അഡ്വക്കേറ്റ് അഞ്ജലി എന്നോട് നീ ക്ഷമിക്കണം, നീ കൊല്ലപ്പെട്ടേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഈ ശംഖചക്രത്തിൽ പറ്റത്തില്ല. ഐ ആം റിയലി സോ സോറി അഞ്ജലി. അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതായത് അനുപമയുടെ നിലനിൽപ്പിന് വേണ്ടി സ്വന്തം രക്തമായ സ്വന്തം അനിയത്തിക്കുട്ടിയായ അഞ്ജലിയെ കൊല്ലാൻ വേണ്ടി അനുപമയ്ക്ക് ഒരു മടിയുമില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇന്നലെ വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ കണ്ടത്. വീക്കെൻഡ് പ്രൊമോ നമുക്ക് വളരെ സങ്കടം തോന്നുന്നതും ആശങ്കകൾ ഉണ്ടാക്കുന്ന സംഭവമാണ്. അവിടെ അവിടെ ചെല്ലുകയും അവിടെ കത്തിവെച്ച് അഞ്ജലിയെ കുത്തും. പക്ഷേ ഇന്നലെ ഞാൻ പ്രൊമോയിൽ പറഞ്ഞതുപോലെ അഞ്ജലിയെ തടയാൻ വേണ്ടി സംഭവിക്കുന്നതല്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അഞ്ജലിയെ തടയുമ്പോഴല്ല അർജുന് കുത്തേക്കുന്നത്. അഞ്ജലി ആണെന്ന് വിചാരിച്ച് കുത്തുമ്പോൾ അഞ്ജലി ആണെന്ന് വിചാരിച്ച ഗുണ്ട കുത്തുമ്പോൾ അർജുന് കുത്തേൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും അഞ്ജലിക്കാണെങ്കിലും അർജുനാണെങ്കിലും അവർ രണ്ടുപേരും നമുക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരാണ്. അപ്പോൾ അർജുന് കുത്തേറ്റു എന്നുള്ളൊരു കാര്യം വളരെ ഉറപ്പാണ്. അത് നിസ്സാരമായിട്ടുള്ള ഒരു കുത്തൊന്നും അല്ലാന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കേട്ടോ. അങ്ങനെ അർജുന് കുത്തേൽക്കുകയും ഈ ഒരു സംഭവം കണ്ടുകൊണ്ടാണ് അഞ്ജലി ഒരു പക്ഷെ ബാത്റൂമിൽ എന്തെങ്കിലും പോയതായിരിക്കും, എന്തെങ്കിലും ഒരു സംഭവം ആയിരിക്കും. അങ്ങനെ അർജുന് കുത്തേൽക്കുന്ന ഒരു സീൻ കണ്ടുകൊണ്ടാണ് അഞ്ജലി വരുന്നത്. അഞ്ജലി ആണെങ്കിൽ ഇത് കണ്ട് ഷോക്കഡായി വലിയ വായിൽ നിലവിളിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു രീതിയിലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാഴ്ചകളാണ് ഇന്നലെ വന്ന വീക്കെൻഡ് പ്രൊമോയിൽ നമ്മൾ കണ്ടത്. അപ്പോൾ എന്താണെങ്കിലും കാര്യമായ സീൻ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അർജുൻ ഹോസ്പിറ്റലൈസ്ഡ് ആകും. ജീവന് വേണ്ടിയിട്ട് മല്ലിടുന്ന ഒരു സീനുകൾ നമ്മളിനി കാണാനായിട്ട് പോവുകയാണ് വരുന്ന ആഴ്ചയിലെ എപ്പിസോഡുകളിലൊക്കെ കേട്ടോ. കാരണം നല്ല രീതിയിൽ അർജുന് കാര്യമായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കേട്ടോ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ശംഖചക്രത്തിലേക്ക് അഞ്ജലി കടന്നു വരുമ്പോൾ ഒരു കാര്യം നമ്മുടെ അർജുനോട് രാഘവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ചങ്ക് തുറന്നു കാട്ടിയാലും അത് ചെമ്പരത്തിപ്പൂവാണെന്ന് അവൾ പറയും. അതാണ് എൻ്റെ ലക്ഷ്യം. ഒരു വിധത്തിൽ രാഘവനുണ്ണി പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അർജുന് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം പലപ്പോഴും. പക്ഷേ പല രീതിയിൽ കൺവിൻസ് ചെയ്യാനായിട്ട് നമ്മൾ അർജുൻ ശ്രമിക്കുമ്പോഴും
അഞ്ജലി അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതായത് രാഘവൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. എന്ത് പറഞ്ഞാലും ചെയ്താലും അഞ്ജലിക്ക് അർജുനിലുള്ള വിശ്വാസം പോയി എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അങ്ങനെ നടക്കട്ടെ. എന്താണെങ്കിൽ ഞാൻ പറയാമെന്നൊരു കാര്യം, അങ്ങനെ ഈ ഒരു സീനുകളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഏറ്റവും വലിയ ആഗ്രഹം അനുപമയെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തെങ്കിലെന്നാണ്. അപ്പം ഇതിനു മുമ്പ് മുത്തശ്ശി നമ്മുടെ അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ വീട്ടിൽ നീ ഭയപ്പെടേണ്ടത് ഒരിക്കലും കാവ്യേനെയോ രാഘവനുണ്ണിയേനെയോ ഒന്നുമല്ല, നിന്റെ സ്വന്തം ചേച്ചിയെ, നിന്റെ കൂടപ്പിറപ്പിനെയാണ് എന്ന്. ആ ഒരു സമയത്ത് ഏകദേശ കാര്യങ്ങളൊക്കെ അഞ്ജലിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. അപ്പം ഈ ഒരു സംഭവം ഇൻസിഡൻറ്റ് നടന്ന ശേഷം അർജുൻ ഹോസ്പിറ്റലൈസ്ഡ് ആയി ശേഷം അഞ്ജലി ഇതിനെപ്പറ്റി ഒരുപാട് ചിന്തിക്കും. ഒരു പക്ഷെ അഞ്ജലി കണ്ടെത്തുമായിരിക്കും ഇതിന് പിന്നിൽ കളിച്ചിട്ടുള്ളത് അനുപമയാണ് എന്ന്. അപ്പം ഈ ഒരു സംഭവം ചെയ്തതിന് പിന്നിൽ അനുപമയാണ് എന്നതിന് അഞ്ജലിയുടെ വക്കീൽ ബുദ്ധിയിൽ ഒരു സംഭവം, ഒരു ത്രെഡ് ഉറപ്പായിട്ടും കണ്ടെത്തും കേട്ടോ. അങ്ങനെ ഒരു സംഭവം കണ്ടെത്തിയാൽ പിന്നെ എന്തായിരിക്കും സംഭവിക്കാൻ പോവുക? അപ്പോൾ ആ ഒരു സംഭവം നടക്കാനായിട്ട് ഉറപ്പായിട്ടും പോവുകയാണ്. ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെയായിരിക്കും അഞ്ജലി അനുപമയെ നേരിടാനായിട്ട് പോകുന്നത് കേട്ടോ. അവിടെ വെച്ച് വലിയ സീനുണ്ടാകും. അനുപമയുടെ കാര്യങ്ങൾ ചോദിക്കും, എല്ലാ തെളിവുകളും നിരത്തി അനുപമയുടെ ഓരോന്നായി എണ്ണി നമ്മുടെ അഞ്ജലി ചോദിക്കും. അനുപമയ്ക്ക് ആ ഒരു നിമിഷം മറുപടി ഇല്ലാതാകും. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സ്വന്തം അനിയത്തി സ്വന്തം ചേച്ചീനെ അടിക്കുന്ന ഒരു സീനും കൂടി വരാനായിട്ട് പോവുകയാണ് കേട്ടോ. കാരണം പല ദേഷ്യവും അർജുനോടുണ്ട് അഞ്ജലിക്ക്, പല കാര്യങ്ങളും അർജുൻ കള്ളം പറഞ്ഞതുകൊണ്ട്. പക്ഷേ അതിനപ്പുറം ഉള്ളൊരു സ്നേഹം നമ്മുടെ അഞ്ജലിക്ക് അർജുനോടുണ്ട്. അപ്പോൾ അർജുനെ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവരെ അഞ്ജലി വെറുതെ വിടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അങ്ങനെ അനുപമയെ നല്ല രീതിയിൽ അഞ്ജലി കൈകാര്യം ചെയ്യുന്ന ഒരു സീന് വരാനായിട്ട് പോവുകയാണ്. ഒരുപക്ഷെ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും, അല്ലെങ്കിൽ ശംഖുചക്രത്തിൽ വെച്ചായിരിക്കും. എവിടെ വെച്ചാണെങ്കിലും അനുപമ നാണം കെട്ട് നാറിപ്പോകുന്ന ഒരു സീന് വരാനായിട്ട് പോവുകയാണ് കേട്ടോ. ആ ഒരു സംഭവം ഉറപ്പായിട്ടും നടക്കും. ആ ഒരു സീന് വേണ്ടിയിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഒരുപാട് ദിവസങ്ങളായിട്ട് അനുപമ നല്ല രീതിയിൽ അർജുൻ്റെയും അഞ്ജലിയുടെയും ജീവിതത്തിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അനുപമയുടെ ആവശ്യം അഭി വരുന്നതിന് മുമ്പ് അഞ്ജലിയെ പുറത്താക്കിയേ പറ്റത്തുള്ളൂ. ആ ഒരു കാര്യമാണ് അനുപമ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് പിന്നിൽ കേട്ടോ. എന്താണെങ്കിലും അനുപമയെ ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം നല്ല രീതിയിൽ അഞ്ജലി കൈകാര്യം ചെയ്യും. ആ ഒരു സംഭവം വന്നല്ലേ പറ്റൂ. എന്താണെങ്കിലും ആ ഒരു സീൻ ഉറപ്പായിട്ട് വരും കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും പറയുക. ഈ ഒരു സീന് വേണ്ടി നിങ്ങൾ വെയിറ്റിംഗ് അല്ലേ, അപ്പോൾ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ. ബൈ ബൈ.